നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി എന്ന് പറയുന്ന സിനിമ. അതൊരു തെലുങ്ക് സിനിമയാണ്. പക്ഷേ തെലുങ്കിലാണ് ഒറിജിനലി അവരത് മേക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും മലയാളം അടക്കം വിവിധ ഭാഷകളിൽ നമുക്ക് ആ സിനിമ കാണാൻ പറ്റും. അതിനൊക്കെ സബ് ടൈറ്റിൽസും അവൈലബിൾ ആണ്. ഈ സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കുക, സിനിമ കാണുക. ഈ വീഡിയോ മുഴുവൻ കാണാൻ ക്ഷമയില്ലാത്ത ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് ഈ സിനിമ കാണും എന്നുള്ളതാണ്. എനിക്കൊരു നൈസ് ഫീലിംഗ് ആണ്. അതായത് പടം കഴിഞ്ഞ് എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നൈസ് പടം എന്നാണ്. ഒരു കോർട്ട് റൂം ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോട്ടെ. പോക്സോ ആക്ടിനെ കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടോ? എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണുക. കാര്യം പലതരം ചർച്ചകളിലൂടെ സിനിമ പോകുന്നുണ്ട്. ഒരിടത്ത് പോലും ഈ സിനിമ ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ട് മാറുന്നില്ല കേട്ടോ. വളരെ എൻഗേജിംഗ് ആയി തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണിത്. റാം ജഗദീഷ് എന്ന പുതുമുഖ സംവിധായകനാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. സംവിധാനവും കൊള്ളാം, പുള്ളിയുടെ തിരക്കഥയും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പ്രശാന്തി തിബർനേനി എന്ന് പറയുന്ന ആളാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബാഹുബലിയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പുള്ളിക്കാരി തന്നെയാണ് ഹിറ്റ് സീരീസ്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആകാൻ പോകുന്ന നാനിയുടെ ഹിറ്റ് 3 അടക്കം ഹിറ്റ് സീരീസിന്റെ ഒക്കെ പ്രൊഡ്യൂസർ ഇദ്ദേഹമാണ്. ആൻഡ് ഈ മൂവി പ്രസന്റഡ് ബൈ നാനിയാണ്. പ്രിയദർശി പുളിക്കൊണ്ട പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഈ സിനിമയിലെ എനിക്ക് പോസിറ്റീവായി തോന്നിയ ഘടകങ്ങളിൽ ഒന്നാമത്തത് ഇതിന്റെ തിരക്കഥ തന്നെയാണ്. നിയമത്തിന്റെ പഴുതുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ടവനെ കുടുക്കാൻ നോക്കുന്ന പണവും അധികാരവും ഒക്കെയുള്ള ഒരു ആൾ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ ഇറങ്ങിത്തിരിക്കുകയാണ്. കോടതി മുറിയിൽ വെച്ച് ഒരു നിരപരാധിയെ പ്രതിയാക്കിയെടുത്തു നിന്ന് ആ പ്രതിയെ കുറ്റവിമുക്തനാക്കി കൊണ്ടുവരിക എന്ന് പറയുന്ന ആ സത്യം തെളിയിക്കുന്ന ഡ്യൂട്ടി കോടതി മുറിയിൽ നടക്കുന്ന ആ സെയിം കഥ തന്നെയാണ്. പക്ഷേ അതിനൊരു പ്രണയത്തിന്റെ എലമെന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രണയമാണെങ്കിലും കേസും റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെ കേട്ട് മറന്നതുപോലെയാണ്. പക്ഷേ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഫ്ലോ ഓഫ് ഈവൻസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രതിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് നമ്മളും ഒരു ധാരണയിലെത്തുന്നു. പക്ഷേ അയാളുടെ പ്രണയത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതം നമ്മൾ ഈ വക്കീലിനോട് ഇവർ സംസാരിക്കുന്നതെന്നൊക്കെ ആയിട്ട് പതുക്കെ പതുക്കെ മനസ്സിലാക്കി കൊണ്ടുവരുമ്പോൾ സത്യങ്ങളൊക്കെ വക്കീൽ ചുരുളഴിച്ചുകൊണ്ട് വരുമ്പോൾ അതിലെ ട്വിസ്റ്റും ടേണും ഒക്കെ നമുക്ക് നല്ലോണം വർക്കാവുന്നത് പോലെ വളരെ ഗംഭീരമായിട്ടാണ് അവരത് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സംവിധായകൻ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഒരു ബോറടിയും ഇല്ലാതെ ഒരു ജംഗ്ഷനിൽ പോലും എനിക്കിതൊന്ന് ഫോർവേഡ് അടിച്ച് നോക്കണം എന്നൊരു തോന്നൽ തരാതെ എന്നെ പിടിച്ചിരുത്തിയതാണ്. അതിന് കാരണമായ രണ്ടാമത്തെ പോസിറ്റീവ്, പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലേക്ക് സിനിമ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ പോക്സോ ആക്ടിനെ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുമുണ്ട്. അത് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികളടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ചില സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും വക്കീലന്മാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയാറുണ്ട് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഈ നിയമം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണെന്നാണ് പറയുക. നമുക്ക് രക്ഷിക്കാനും ശിക്ഷിക്കാനും അതുകൊണ്ട് സാധിക്കും. അപ്പോൾ അതിലെ ലൂപ്പ് ഹോൾസ് ഒക്കെ അറിയാവുന്ന ആളുകൾ അത് ദുരുപയോഗം ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡിനെ കൂടി സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സിനിമ അവസാനിക്കുമ്പോൾ സിനിമ പറഞ്ഞു വെക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. നിയമം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത, കുട്ടികളെ സ്കൂളിൽ നിയമം പഠിപ്പിക്കേണ്ട ആവശ്യകത. ഞാനൊരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ വക്കീലന്മാരുടെ എന്തോ ഒരു സംഘടനയൊക്കെ ആയിട്ട് അവർ ചെറിയ കൈപ്പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഓരോ നിയമങ്ങൾ, പലതരം നിയമങ്ങൾ, കുട്ടികളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നിയമങ്ങളെയൊക്കെ കുറിച്ചുണ്ടായിരുന്നു. അവർ ഒന്ന് ക്ലാസ് എടുത്ത് തന്നിട്ട് ചെറിയൊരു ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതെന്താണെന്നറിയോ, ഈ നിയമം കൂടുതൽ അറിയും തോറും നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആവും എന്നുള്ളതാണ്. മുമ്പ് ഒരു പരിപാടിയിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറോ ഇലക്ഷൻ കമ്മീഷണറോ അങ്ങനെ ആരോ, എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അദ്ദേഹം കുട്ടികളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് നമ്മളും കുട്ടികളുടെ കൂടെ പോയിരുന്ന അദ്ദേഹത്തിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ നിയമം പഠിക്കുക എന്നുള്ളതാണ്. മറ്റേ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചൊരു ബേസിക് വിവരം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തിനേയും ആരെയും ചോദ്യം ചെയ്യാനുള്ള നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ ഈ സിനിമയിലുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വളരെ സബ്റ്റിലായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഇനി അങ്ങനെ ഒന്നുമല്ല, ഒരു കോടതി മുറിയിലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദങ്ങളും വിജയവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണുക എന്ന് പറയുന്നത് ഒരൊറ്റ ഉദ്ദേശത്തിൽ കണ്ടു കഴിഞ്ഞാലും ഈ സിനിമ നിങ്ങൾക്ക് വർക്കാവും. ഞാൻ ഓരോ മൊമെന്റിലും ഓരോ ട്വിസ്റ്റിലും ടേണിലും ഒക്കെ ആലോചിച്ചത് അവർ ഇതിൻ്റെ സാധ്യതകളെ എങ്ങനെയൊക്കെയാണ് പലരും ദുരുപയോഗം ചെയ്യുന്നതെന്നും ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും ഒക്കെ വിശദമായി പറഞ്ഞു പോകുന്നിടത്താണ്. ആൻഡ് ഈ സിനിമയിൽ നിന്ന് ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഉത്തരം തേടുന്നതിനേക്കാൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങൾ കണ്ടെത്താൻ കൂടി തയ്യാറാവുകയാണെങ്കിൽ മറ്റാരും കാണാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്താണെന്ന് അറിയോ, ഇതിൻ്റെ അകത്ത് വില്ലന്മാരെന്ന് പറയാൻ ഒരു വില്ലനുണ്ട്. പക്ഷേ നമ്മൾ പല സിനിമകളിലും ക്ലീഷേഡായിട്ട് സ്ഥിരം വില്ലൻ സ്ഥാനത്ത് കാണുന്ന പല ആളുകളും ഇതിൽ നല്ല മനുഷ്യരായിട്ടുണ്ട്.
അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അതൊക്കെ പെർഫോം ചെയ്തിരിക്കുന്നത് നല്ല ആർട്ടിസ്റ്റുകളാണ്. അത് പറയുമ്പോൾ അടുത്ത പോസിറ്റീവിലേക്ക് കടക്കണം. പെർഫോമൻസുകൾ എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ പയ്യനും പെങ്കൊച്ചും ഉണ്ട്, ബോക്സ് ഓഫീസ് അറിയാലോ, 18 വയസ്സിൽ താഴെയുള്ള ആളുകളായിരിക്കണം. അപ്പോൾ അവരുടെ ഒരു പ്രണയം, അതിൻ്റെ ഒരു ബ്യൂട്ടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അവരെ ന്യായീകരിച്ചിട്ട് അവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ടങ്ങ് വിട്ടേക്കൂ എന്നല്ല പറയുന്നത്. അവർക്ക് ഈ നിയമത്തെക്കുറിച്ചും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ പരിഹരിക്കണം എന്നുകൂടി സിനിമ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവരുടെ ഈ പ്രണയം കാണിക്കുന്നത് നമുക്കൊരു സ്ഥലത്തും ബോറടിക്കാതെ ഭയങ്കര രസമായിട്ട് ഇതിനെ കൊണ്ടുപോവുക. അവരുടെ നോട്ടം, ചിരി, കളി, ഇതിലൊക്കെ ഭയങ്കര രസമാണെന്നേ. പിന്നെ ഇവരുടെ അച്ഛനമ്മമാർ, അതായത് ഈ തെലുങ്ക് തമിഴ് സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പം മറ്റേ പാവത്തുങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. ഈ സിനിമയിൽ ആരും ഇവിടെ ഓവറായിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള സ്കെയിലിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഈ പെർഫോമൻസിലെ ലൗഡ്നെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാനുള്ള ഫാക്ടറിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കും. കാരണം ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു തമിഴ് സിനിമയിലെ രംഗം കാണുമ്പോൾ അത് തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവം എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഞാൻ പറയുന്നത് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിൽ ഒരു കൾച്ചറൽ സംഭവമാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്കെയിലാണ് പോകുന്നത്. ഇത് ആർക്ക് കണ്ടു കഴിഞ്ഞാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്രമേൽ രസമായിട്ട് കേന്ദ്ര കഥാപാത്രങ്ങളടക്കം അവരവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ രസമാക്കിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇമോഷണൽ കണക്ട് വേണ്ടുവോളം ഉണ്ടായിരുന്നു. ആ പ്രണയമാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ ക്ലീഷേഡാണ്, എത്രയോ സിനിമകളിൽ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ആ പ്രണയം കാണിക്കുമ്പോൾ ആ പ്രണയത്തിൽ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുക. അവരൊന്നിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ അതിനെ അവതരിപ്പിക്കുക. ഇതിൽ വക്കീൽ വരുന്നു, അയാളുടെ പാഷൻ എന്താണ് എന്നുള്ളതും അയാൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതും ഒക്കെ വളരെ രസമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് പോലെ അവതരിപ്പിക്കുക. കേസിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കൊരു ത്രില്ല് ഫീൽ ചെയ്യുക. ഓരോ ട്വിസ്റ്റും ടേണും നമ്മുടെ ഒരു പേഴ്സണൽ സാധനം പോലെ നമുക്ക് അനുഭവപ്പെടുക. ഇതിൻ്റെ അത് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക ലാപ്ടോപ്പിൽ. അപ്പം എനിക്ക് തന്നെ അടിപൊളി എന്നൊക്കെ ഞാൻ വാഗോണ്ട് പറഞ്ഞു പോയി നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത്. ആ രീതിയിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസിനെയൊക്കെ നമ്മളുമായിട്ട് വളരെയധികം കണക്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ മ്യൂസിക് ഓഫ് കോഴ്സ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കോടതി മുറിയിലെ അവരുടെ ആ ഒരു ഉദ്വേഗമൊക്കെ ഇങ്ങനെ ഉയർത്തുക എന്നൊക്കെ പറയുന്നത് അവിടെ തന്നെയുള്ള സൗണ്ട്സിനെ അവർ യൂസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹൈലി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. വിജയ് എന്നാണ് മ്യൂസീഷ്യൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം വരുന്നത് ബുഗാനിൻ എന്നാണ് ഞാൻ വായിക്കുന്നത്. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അടിപൊളി വർക്കാണ്. അടിപൊളി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള പാട്ടുകളും ഇമോഷണൽ കണക്റ്റും ഒക്കെ കിട്ടുന്ന, ഇതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് ഇതിലെ മ്യൂസിക് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസും എന്താണോ ഈ സിനിമയ്ക്ക് വേണ്ടത് അത് കൃത്യമായി ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊരു ഗുഡ് വാച്ച് എന്ന് നമ്മൾ പറയുന്ന സിനിമയാണ്. പരമാവധി ആളുകൾ കാണട്ടെ, പരമാവധി ചർച്ചകൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നിയമങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരും ബോധവതികളും ആവട്ടെ. അത് കുട്ടിക്കാലം മുതലേ തന്നെ അതിനുള്ളൊരു വിദ്യാഭ്യാസം കിട്ടട്ടെ. പലപ്പോഴും ഈ പോക്സോ ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അവർ പോലും ദുരുപയോഗം ചെയ്യത്തക്ക രീതിയിലേക്ക് വളച്ചൊടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിലും എല്ലാവരും നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം. അവനവൻ്റെ സുരക്ഷയ്ക്ക് എന്താണ് വേണ്ടത്, അവനവൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ എല്ലാവരും ബോധവൽക്കരിക്കപ്പെടണം. പിന്നെ ഇതിനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ പൂട്ടാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി വന്നേ പറ്റൂ. സോ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആരോഗ്യകരമായ ചർച്ചകളാവാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.